കേരളത്തിനുള്ള SSK ഫണ്ട് വൈകുകയാണ്. അതിന്റെ കാരണം കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളുടെ സമ്മർദ്ദമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്ര സഹമന്ത്രിമാരും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഈ ഫണ്ട് ഈ നിലയിൽ തടഞ്ഞു വയ്ക്കുന്ന കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വവും കേരള സംസ്ഥാനത്തു നിന്നുള്ള സഹമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെടുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേരള സംസ്ഥാനത്ത് നിന്ന് ഉള്ള കേന്ദ്ര സഹമന്ത്രിമാരും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനും മറുപടി പറയണം എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, PM ശ്രീ പദ്ധതിയിൽ അന്ന് പോയി ഒപ്പിടാൻ തന്നെയുള്ള കാരണം ഈ ഫണ്ട് വരണം, ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതാണെന്ന് വിശദീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നു അന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല എന്ന്. അപ്പോൾ നേരത്തെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ അക്കൗണ്ടിൽ എത്തിയില്ലേ പ്രസാദ്? സുജിയ, 1000 കോടിയിലേറെ രൂപയാണ് SSKയുടെ ഭാഗമായി സംസ്ഥാനത്തിന് കിട്ടാനുള്ളത്. അതിൽ 100 കോടിയോളം രൂപ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കിട്ടിയത്. നമുക്കറിയാവുന്നതുപോലെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നീട് CPI പരസ്യമായ വിമർശനമുയർത്തി വലിയ തർക്കത്തിലേക്ക് പോയി. ഒടുവിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നടപടി മരവിപ്പിക്കേണ്ടി വന്നു. നിലവിൽ ഇപ്പോൾ മന്ത്രിതല സമിതി അന്വേഷിക്കുകയാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അതിനുശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം വേണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കൂ. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എന്നതിൻ്റെ പേരിൽ തന്നെയാണ് SSKയുടെ ഫണ്ട് ഇപ്പോഴും തടഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വിശ്വസിക്കുന്നത്. അതിൽ സംസ്ഥാനത്തെ BJP നേതാക്കളുടെ സമ്മർദ്ദമുണ്ട് എന്ന കാര്യമാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറയുകയും ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധി സാമ്പത്തികമായി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമഗ്ര ശിക്ഷ കേരള എന്നറിയപ്പെടുന്ന നേരത്തെ SSA ആയിരുന്ന ഈ SSKക്ക് കിട്ടേണ്ട ഫണ്ട് അത് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആ SSKയിൽ ആകെയുള്ള 7000-ഓളം ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നത് മാത്രമല്ല, സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളും ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിൽ ഈ ഫണ്ട് വലിയ തടസ്സമാകുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങൾക്കും ഈ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് PM ശ്രീയുമായി കൂട്ടിക്കെട്ടുകയാണ് എന്ന ഗുരുതരമായ വിഷയമാണ് നേരത്തെ തന്നെ CPM ഉന്നയിക്കുന്നത്. ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ ഫണ്ട് കിട്ടാതിരിക്കാനുള്ള കാരണം കേരളത്തിലെ BJP നേതാക്കളാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ TV പ്രസാദ്, BJP സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതിന്റെ ഒരു ഉത്തരം അവർ പറയേണ്ടതാണ്. കാരണം ഈ ഫണ്ട് കിട്ടും, ഫണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ പിന്നീട് അത് പോയി മുടക്കുകയും ചെയ്തിട്ടുണ്ടോ? അതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഇവിടെ പേരെടുത്തുള്ള വിമർശനമാണ്. ഇപ്പോൾ നിലവിൽ ഈ കേന്ദ്രമന്ത്രിമാർ 2 പേരും കേരളത്തിലുണ്ടോ അതോ ഡൽഹിയിലാണോ? അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതാണ്. സുജയ, അവരുടെ പ്രതികരണം ഇതുവരെയും വന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രതികരണം സുജയ പറയുന്നത് പോലെ നമുക്ക് തേടാവുന്നത് തന്നെയാണ്. കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മറ്റൊരു പദ്ധതിയുടെ പണം തടഞ്ഞു വയ്ക്കുക എന്നുള്ളത് ഒരു ഭരണഘടനാ സംവിധാനത്തിൽ കഴിയാത്തതാണ് എന്നുള്ളത് തന്നെയാണ് CPIM നേതാക്കളും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാവരും വിശദീകരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആരോഗ്യരംഗത്തും ഇതുപോലെ NHMൻ്റെ ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ട്, കൃഷി വകുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് പദ്ധതികളിൽ ഒപ്പിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇതുമായി ബന്ധമില്ലാത്തതിൻ്റെ ഫണ്ടുകൾ പോലും തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതി കേന്ദ്രത്തിലുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അതിൽ പറയുന്നത് ഇത് BJP നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിൽ ഇത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ BJP നേതാക്കളുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. ആ പ്രതികരണം വരുമ്പോൾ അതിലെന്താണ് BJPക്ക് പറയാനുള്ളത് എന്ന കാര്യം വ്യക്തമാകും. നേരത്തെ നമ്മൾ രാജീവ് ചന്ദ്രശേഖരനോട് സംസാരിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും പോയതുമില്ല സുജയ.